ലിജിനെ ഈ ഒന്ന് രണ്ട് ദിവസം എന്ന് പറയാനും പറ്റില്ല. ഇപ്പോൾ നമ്മൾ ഇലക്ഷൻ്റെ റിസൾട്ടൊക്കെ വന്ന സമയം തൊട്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ ഒരാൾ കിടന്ന് കറങ്ങുന്നുണ്ട്. കറങ്ങലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇടയ്ക്ക് എയറിലാവും, ഇടയ്ക്ക് താഴെ ഇറങ്ങും, ഇടയ്ക്ക് എന്തൊക്കെയോ വിളിച്ച് പറയും. പക്ഷെ മൊത്തത്തിൽ പുള്ളി ആക്റ്റീവ് ആണെന്നൊക്കെ തോന്നും. പക്ഷേ അതിൻ്റെ ഇടയിൽ കൂടെ രസകരമായതും ചിലപ്പോൾ നമുക്ക് പലർക്ക് കോമഡി ആയിട്ട് തോന്നുന്നുണ്ട്, ചിലർക്ക് ഭയങ്കര അരോചകമായിട്ട് തോന്നുന്നുണ്ട്, ചിലർക്ക് PR വർക്കായിട്ട് തോന്നുന്നുണ്ട്. അത് പറഞ്ഞു തരുന്ന ചാണ്ടി ഉമ്മൻ്റെ കാര്യമാണ്. ചാണ്ടി ഉമ്മൻ്റെ ചില ഈ പ്രകടനങ്ങൾ അതിപ്പം പൊതുവിടത്തും അതുപോലെ വീട്ടിലും ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലും നിയമസഭയിലും അടക്കം ഇപ്പോൾ ചാണ്ടി ഉമ്മൻ ഇപ്പം നിറഞ്ഞു നിൽക്കുകയാണ്. നിറഞ്ഞു നിൽക്കുക എന്ന് പറയുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അറിയാലോ, ചാണ്ടി ഉമ്മൻ ചിലയിടത്ത് ഇരുന്ന് പൊട്ടിക്കരയുന്നു, കല്ലറ ചെന്നിട്ട് പൊട്ടിക്കരയുന്നു, ഉമ്മൻചാണ്ടിയുടെ കല്ലറ പൊട്ടിക്കരഞ്ഞിട്ട് അവിടെ കുമ്പിട്ട് കിടക്കുന്നു. അതൊക്കെ തെറ്റി പറയാൻ പറ്റില്ല. ചിലപ്പം പിതാവിന്റെ മന്ത്രി കസേരയൊക്കെ പോയ വിഷമമുണ്ടായേക്കാം. അതിനുശേഷം കുറച്ച് കാര്യങ്ങൾ സംഭവിച്ചു. അത് സൈക്കിൾ ഔട്ടുന്നു. പക്ഷെ തമിഴ്നാട്ടിലെ സൈക്കിളാണ് പ്രശ്നം. തമിഴ്നാട്ടിലെ വിജയ് സൈക്കിൾ ഔട്ടി വലിയൊരു ഇമ്പാക്ട് ഉണ്ടായി. വോട്ട് ചെയ്യാൻ പറയും മുഖ്യമന്ത്രി അറിയാമില്ല. ഈ കുറച്ച് സംഭവങ്ങൾ വെച്ചിട്ട് ഇതിനെന്താ തോന്നുന്നു ഇപ്പം കുറച്ച് ദിവസം പിന്നെ ചാണ്ടി ഉമ്മൻ മികച്ചൊരു അഭിനേതാവാണ് തെളിയിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പിടിച്ചേക്കാൻ ഈ അഭിനയം കൊണ്ട് ചാണ്ടിക്ക് ഒരു നിൽക്കുന്നില്ല. ഞാൻ കരുതിയിരുന്ന അടുത്തൊരു തലമുറയിൽ നമ്മൾ എപ്പോഴും പറഞ്ഞാണല്ലോ, കോൺഗ്രസിൽ അല്ലെങ്കിൽ UDF കോൺഗ്രസ് തന്നെ രണ്ടാം നിര നല്ലൊരു ബെൽറ്റ് ഉണ്ട്, രണ്ടാം നിര നല്ല നേതാക്കളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരാളായിട്ട് വരേണ്ടതായിരുന്നു ചാണ്ടി ഉമ്മൻ. പക്ഷെ ചാണ്ടി ഉമ്മൻ അതൊക്കെ കൊണ്ട് കളയുവാണ്. ഇതൊരു കോമഡി പീസായിട്ട് മാറുന്നുണ്ടോ എന്ന് നമ്മളങ്ങനെ പറയാൻ പാടുമല്ലോ. പക്ഷേ ഇപ്പോൾ പറഞ്ഞ പോലെ കഴിഞ്ഞ ഒരാഴ്ചത്തെ പ്രകടനം വെച്ച് നോക്കുമ്പോൾ ഒരു കോമഡി കഥാപാത്രമായിട്ട് അഭിനേതാവായിട്ട് മാറാൻ വേണ്ടി ചാണ്ടി ഉമ്മന് പറ്റുന്നുണ്ട്. ഈ കരഞ്ഞതിൻ്റെ നമ്മൾ വൈകാരികമായിട്ട് കരഞ്ഞതിനായിരിക്കും, അത് ശരിയാണ്. പക്ഷെ അതിന് പുറമെ അദ്ദേഹം ഉമ്മൻചാണ്ടിയെ അനുകരിക്കാൻ വല്ലാതെ ശ്രമിക്കുകയാണ്. നല്ല അഭിനേതാവാണ്, അഭിനയിക്കാനൊക്കെ പറ്റുന്നുണ്ട്. പക്ഷെ ഉമ്മൻചാണ്ടി അത് അനുകരണമാണെന്നുള്ളതും അവിടെ വ്യക്തമാകുന്നുണ്ട്. അത് ഈ രാഷ്ട്രീയത്തിന് അല്ലെങ്കിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിന് നടക്കുന്നു തോന്നില്ല. അദ്ദേഹത്തിന് ചില വീഴ്ചകൾ പറ്റിയിട്ടുണ്ട്. ഒന്ന് ഈ മന്ത്രി കസേരയിലേക്ക് മുഖ്യമന്ത്രി ചിന്തിക്കാനുള്ള അദ്ദേഹത്തിന് മനസ്സിലുണ്ടായിക്കല്ലേ എന്തോന്ന് അറിയുന്നത് വരുന്നത് മന്ത്രി കസേര. അദ്ദേഹം പറഞ്ഞ മാധ്യമങ്ങളാണ് പറഞ്ഞത്, മാധ്യമങ്ങളാണ് പ്രതീക്ഷ ജനങ്ങൾക്ക് കൊടുത്തതെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ചാണ്ടി ഉമ്മനും കരുതിയിരുന്നത് ഈ ഒരു ആംഗിളിൽ ന്യൂട്രലായി പിടിച്ചു തന്നാൽ ഗ്രൂപ്പ് സമൂഹങ്ങൾ കടന്നും ഒരു ഗ്രൂപ്പിന്റെ പേരിലും തല്ലുപിടിക്കാനൊന്നും പോയില്ലെങ്കിലും ഒരു മന്ത്രി കസേര പുതുപ്പള്ളിയിലേക്ക് വീണ്ടും എത്തുന്നു അദ്ദേഹം കരുതിയിരുന്നത് വ്യക്തമാണ്. പക്ഷെ അത് ഉണ്ടായില്ല. അത് ഉണ്ടാവത്തിന് പ്രധാന കാരണം ഈ പറഞ്ഞ പോലെ VT ബൽറാമിന് പോലും കിട്ടിയിട്ടില്ല. VT ബൽറാമിന് പോലും എന്ന് പറയുമ്പോൾ രണ്ടുപേരും താരതമ്യം ചെയ്ത് പറയില്ല. VT ബൽറാമിന് പറ്റിയ എന്താണെന്ന് നമുക്കറിയാം. കാരണം അദ്ദേഹത്തിന് വേണ്ടി സമുദായങ്ങളോ അല്ലെങ്കിൽ ജാതി സംഘടനകളോ ഗ്രൂപ്പുകളോ ഒന്നും ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അത് സതീശനൊപ്പമായിരുന്നു. പക്ഷെ അതിൽ സതീശനെ പൂട്ടിക്കളഞ്ഞപ്പം അത് പോയി. ഈ ചാണ്ടി ഉമ്മൻ ഇതിലൊന്നും വിടാണ്ട് A ഗ്രൂപ്പും I ഗ്രൂപ്പും ഒന്നും വിടാണ്ട് പഴയ ഗ്രൂപ്പിന്റെ ഒരു നെടുതൂണായി വരേണ്ട ആ വ്യക്തിയായിരുന്നു. അതൊന്നും പെടാണ്ട് അപ്പൻ്റെ രാഷ്ട്രീയം കളിച്ച് അല്ലെങ്കിൽ അപ്പപ്പാസം കൊണ്ട് പിടിച്ചു വെക്കാൻ വേണ്ടി നോക്കിയാണ്. പുതുപ്പള്ളിയിൽ അത് വർക്കാവും, യാതൊരു സംശയമില്ല. പുതുപ്പള്ളിയിലും വർക്കാവും. കോൺഗ്രസ് അണികൾക്കിടയിലും ഉമ്മൻചാണ്ടി എന്നൊരു ആ ഒരു വ്യക്തിയെ ഇപ്പോഴും ആരാധിക്കുന്ന കോൺഗ്രസ്സുകാർക്കിടയിലും അത് സംസ്ഥാന മണ്ഡലത്തിന് പുറത്തും അത് വർക്കാവും. പക്ഷേ കേരള രാഷ്ട്രീയത്തിൽ മൊത്തത്തിൽ വർക്കാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ പറഞ്ഞ പോലെ വിജയുടെ കേസ് നമുക്കറിയാം. വിജയ് ക്ലിക്കായി പെട്ടെന്ന് തന്നെ തമിഴ്നാടിൻ്റെ ഒരു രാഷ്ട്രീയ ഇത് വെച്ചിട്ടായി. അതുപോലെ ഇവിടെ മോഹൻലാൽ മമ്മൂട്ടി ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയാൽ ഇതുപോലെ ക്ലിക്കാവുന്ന കരുതുന്നുണ്ടോ? ഇല്ലല്ലോ. അതുപോലെ തന്നെയാണ് എനിക്ക് ചാണ്ടി ഉമ്മനെ തോന്നുന്നത്. ചാണ്ടി ഉമ്മനെ ഇത് വെച്ച് പുതുപ്പള്ളിയിൽ അദ്ദേഹത്തിന് ഒരു പ്രവർത്തിച്ച് തെളിഞ്ഞു വന്നൊരു നേതാവ് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. NSU എല്ലാം നമുക്കറിയാം, എല്ലാവരും നന്നായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് അപ്പം മരിച്ച സ്ഥാനാർത്ഥിയാവാൻ യാതൊരു എതിരും ഉണ്ടായിരുന്നില്ല, ആയിട്ടുണ്ട്. പക്ഷേ പുതുപ്പള്ളി മണ്ഡലം അത് ഉമ്മൻചാണ്ടി സെറ്റ് ചെയ്തൊരു മണ്ഡലത്തിൽ അദ്ദേഹത്തിന് വലിയ ഒരു ആക്ഷനൊന്നും ആവശ്യമില്ലാണ്ട് ജയിച്ചു കയറാൻ പറ്റുമായിരുന്നു. ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ ഇലക്ഷൻ പ്രചരണം പോസ്റ്റർ ഒട്ടിക്കാണ്ട് അദ്ദേഹത്തിന് ജയിക്കാൻ പറ്റും. കാരണം ഉമ്മൻചാണ്ടിയുടെ ഒരു പ്രതിരൂപമായിട്ട് ചാണ്ടി ഉമ്മനെ കാണുന്നുണ്ട്. കലാശക്കൊട്ടിലാണ് നടക്കാൻ വേണ്ടി സൈക്കിൾ എടുത്ത് കറങ്ങിയാൽ മതി, അത് അവിടെ വർക്കാവും, അത് ഉറപ്പാണ്. ഭൂരിപക്ഷം അങ്ങനെ തന്നെ വർദ്ധിച്ചിട്ടുണ്ട്. ആ ഒരു കളി അത് കോൺഗ്രസ് നേതാക്കളെ എല്ലാവരെയും കീഴടക്കിയെന്നും അല്ലെങ്കിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിനെ മൊത്തത്തെ പിടിച്ചെന്നും മന്ത്രി കസേര ഇട്ടെന്നും കരുതിയിരുന്നാൽ ചാണ്ടി ഉമ്മനോടെ ഇരിക്കത്തേ ഉള്ളൂ. ഈ കേരളത്തിൽ ഈ മുൻനിരയിലേക്ക് കയറിയാനും പറ്റില്ല. അതിലൂടെ മറ്റു നേതാക്കൾ പലരും ഇന്നത്തെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൽ സജീവമായിക്കൊണ്ടും അല്ലെങ്കിൽ പ്രായോഗിക രാഷ്ട്രീയം കളിച്ചും കുറേ നേതാക്കളുണ്ട്. കുതികാൽ വെട്ടിയും അല്ലെങ്കിൽ തമ്മിൽ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഗ്രൂപ്പിൻ്റെ സമവാക്യങ്ങളെ മാറി കളിച്ചുകൊണ്ട്. ചാണ്ടി ഉമ്മൻ അതൊന്നും ഇല്ലാണ്ട് അച്ഛൻ അനുകരിച്ച് നടക്കാനുള്ള പ്ലാനെങ്കിൽ ഇതുപോലെ നടക്കും. അടുത്ത പ്രാവശ്യം പുതുപ്പള്ളി അത് ചിലപ്പോൾ ഒരുപക്ഷെ ഇതിനേക്കാൾ വലിയ ഭൂരിപക്ഷം ജയിക്കാൻ വേണ്ടി പറ്റും. ഉമ്മൻചാണ്ടി എന്നുള്ള വികാരം ഉള്ളിടത്തോളം കാലം ചാണ്ടി ഉമ്മന് നിലനിൽപ്പുണ്ടാകും, പക്ഷേ വലിയ ഉയർച്ച ഉണ്ടാവില്ല. അദ്ദേഹത്തിൻ്റെ ഒരു നിലപാട് എന്താണ്, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി എന്ന് നമുക്കറിയാം, ഉമ്മൻചാണ്ടി എന്തായിരുന്നു, ഉമ്മൻചാണ്ടി രാഷ്ട്രീയം നമുക്കറിയാം. അതുപോലെ അപ്പൻ്റെ ഒരു പ്രതിരൂപമായി നിൽക്കാതെ താൻ എന്താണെന്നോ തൻ്റെ വ്യക്തിത്വം എന്താണെന്നോ തെളിയിക്കാൻ വേണ്ടി ചാണ്ടി ഉമ്മന് കഴിയേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വെറും ചിരിച്ചുള്ളൊരു പീസായിട്ട് അദ്ദേഹം മാറിപ്പോയേക്കും.
അതിപ്പം ലിജിൻ പറഞ്ഞ പോലെ തന്നെ ഒരു കാര്യമുണ്ട്. ഇപ്പം പുള്ളി ഈ ഉമ്മൻചാണ്ടിയുടെ ഒരു പ്രതിച്ഛായയിലാണ് നിൽക്കുന്നതെന്ന് നമ്മളും പറഞ്ഞു. പക്ഷെ അദ്ദേഹം ആ പ്രതിച്ഛായയിൽ നിന്ന് പുറത്തു കിടക്കാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം വെച്ചാൽ ഉമ്മൻചാണ്ടി എന്ന ബ്രാൻഡിലാണ് പുള്ളി ഇപ്പോഴും ഉള്ളത്. ആ ബ്രാൻഡിൽ നിയമസഭയിൽ ഫോട്ടോ ഷർട്ട് ഇട്ടാവുന്നത്. പക്ഷെ അദ്ദേഹം ആ ബ്രാൻഡിൽ നിന്ന് പുറത്തു കിടക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം ഒരു പറയുന്നുണ്ട്, കേരളത്തിലുടനീളം സൈക്കിളിൽ സഞ്ചരിക്കുന്ന കാര്യമൊക്കെ പറയുന്നുണ്ട്. അല്ല, അതിന് കേരളത്തിലുടനീളം പോകുന്നവരുമായി ഏറ്റവും ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ കേരളത്തിലുടനീളം സ്ഥാപിക്കുന്നു പറയുന്നുണ്ട്. അതായത് പ്രവർത്തനം വിപുലീകരിക്കുന്നു. അതിന്റെ പ്രകാരമായിട്ട് സൈക്കിളിൽ പോകുന്നതിനൊക്കെയായിരുന്നു. ഈ സൈക്കിളിൽ ചവിട്ടിയിട്ട് ഈ സൈക്കിൾ അദ്ദേഹം ലാളിത്യത്തിന്റെ ഒരു ഇതായിട്ടാണ് കരുതുന്നത് എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ പൊതുഗത ഉപയോഗിച്ച പോലെ ഇപ്പം നമുക്കറിയാം ബസ് ഉണ്ട്, KSRTC ഉണ്ട്. KSRTC ഇല്ലാത്ത റൂട്ടുകളില്ല, കുറവാണ്. എനിക്ക് പ്രൈവറ്റ് ബസ്സുകൾ പോലും KSRTC പോയി കഴിഞ്ഞ് ഇതുപോലെ മീഡിയ അറ്റൻഷൻ കിട്ടിയല്ലോ. അല്ല, കിട്ടും. അതിൽ യാതൊരു സംശയമില്ല. ആൾക്കാർ പറഞ്ഞില്ല, അത് പോയിന്റാണ്. അതാണ് ആ വരുന്നത്. ഇപ്പം മന്ത്രിസഭ സത്യപ്രതിജ്ഞയ്ക്ക് ലൂസിഫർ സ്റ്റൈലിൽ റെഫറൻസിൽ തന്നെയാണ് അദ്ദേഹം പോയത്. യാതൊരു സംശയമില്ല. എല്ലാവർക്കും അറിയാം 3 കിലോമീറ്റർ നടന്നിട്ട് പോകേണ്ട ഒരു ആവശ്യമില്ല. അന്ന് സൈക്കിൾ എടുത്തുമില്ല. കാരണം ബൈക്കിൽ വരുന്ന ആൾക്കാർ പോരാ. ആൾക്കാർ ഈ മറ്റേ നമ്മൾ ലൂസിഫറിൽ മോഹൻലാൽ വരുമ്പോൾ കണ്ട പോലെ എല്ലാവരും പുറമെ പുറകെ ആൾക്കാർ വരണം. അതൊരു ഇതാണ്. സ്റ്റീഫൻ നെടുമ്പള്ളി ആകണം. അതാണ് ശ്രമിക്കുന്നത്. അത് തന്നെയാണ് ശ്രമിച്ചത്. ഇപ്പം അല്ല, ഇന്നലെ ഇപ്പൊ സത്യപ്രതിജ്ഞയ്ക്ക് പോകുമ്പോൾ സൈക്കിൾ എടുത്തിട്ട് പോകുന്ന സമയത്ത് പകരം ബൈക്കിൽ 2 വീലറിൽ ആൾക്കാർ ഫോളോ ചെയ്യുന്നുണ്ട്. അതിന് പകരം അദ്ദേഹത്തിന് ലാളിത്യം കാണിക്കുകയാണെങ്കിൽ ഓട്ടോറിക്ഷയിൽ പോയാൽ പോരെ. ഉമ്മൻചാണ്ടിയുടെ മകൻ ഇന്നത്തെ കാലത്ത് ഇനിയിപ്പോൾ സൈക്കിളിൽ പോയാലും പിന്നെ അയാൾ ഇന്നലെ പോട്ടെ ഇന്നോവയിൽ തന്നെ വന്നിറങ്ങട്ടെ, അതിനും മീഡിയ അറ്റൻഷൻ കിട്ടും. അതിൽ യാതൊരു സംശയമില്ല. അത് ചുമ്മാ ബസ്സിൽ പോയാലും ഇത് കിട്ടും, ഓട്ടോയിൽ പോയാലും ഇത് കിട്ടും. ലാളിത്യം, മുൻ മുഖ്യമന്ത്രിയുടെ മകനിൽ ലാളിത്യം കിട്ടും. എന്നിട്ടും അദ്ദേഹം സൈക്കിൾ ഓടിച്ചിട്ട് എന്തിനാ പോകുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് മനസ്സിലാവുന്നത്. ഞാൻ പറഞ്ഞു, പുള്ളിക്ക് ആ ബ്രാൻഡിൽ നിന്ന് പുറത്തിറങ്ങി സ്വന്തമായിട്ട് പുള്ളിയുടേതായ ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കാൻ പുള്ളി ശ്രമിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടുള്ള ശ്രമങ്ങളാണ്. പക്ഷെ അത് ഇവിടെ PR വർക്കാന്ന് പറയുന്നുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ പക്ഷെ ഇതിലെ ഏറ്റവും കൂടുതൽ കളിയാക്കുന്ന വെച്ച് കഴിഞ്ഞാല് കോൺഗ്രസ്സുകാർ തന്നെ കളിയാക്കുന്നുണ്ട്. കോൺഗ്രസ്സുകാരാണ് കളിയാക്കുന്നത്. പുതുപ്പള്ളിക്കാർ കളിയാക്കുന്നില്ലെന്ന് തോന്നുന്നു. പക്ഷെ കോൺഗ്രസ് പുതുപ്പള്ളിക്കാർ ഇപ്പൊ കളിയാക്കില്ല. കാരണം അവർക്ക് ഇപ്പം പറഞ്ഞ ഉമ്മൻചാണ്ടി വികാരം, ആ വികാരത്തിന്റെ തോത് കുറയും തോറും അവർ കളിയാക്കാൻ തുടങ്ങി. ഒരു സംശയം ഉണ്ടാവില്ല. പക്ഷേ ഈ കണക്കിന് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ പുതുപ്പള്ളിക്കാർ വളരെ ചുരുക്കം നാളുകൾക്കുള്ളിൽ തന്നെ ഇത് ബോറാന്ന് പറയും. കോൺഗ്രസിൽ എന്താണ് തന്റെ ഒരു സ്ഥാനം എന്താണെന്നും താൻ എങ്ങനെ കോൺഗ്രസിൽ ഒരു നേതാവായി മാറണമെന്നും ചാണ്ടി ഉമ്മന് ഇതുവരെ മനസ്സിലായിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിന് അത് എന്തുകൊണ്ട് മനസ്സിലാകുന്നില്ല എന്ന് നമുക്ക് അറിയത്തില്ല. പറഞ്ഞു കൊടുക്കാൻ വേണ്ടി നമുക്കറിയാം. ഇപ്പം കോൺഗ്രസിലെ ഏത് രാഷ്ട്രീയ പാർട്ടിയിലായാലും പിന്നെ ഒരു മുതിർന്ന നേതാക്കൾ പറഞ്ഞു കൊടുക്കാൻ ആൾക്കാരുണ്ടാവും. ഉമ്മൻചാണ്ടിയുടെ മോനെ ഉപദേശിക്കാൻ നമുക്കാവില്ല എന്നതുകൊണ്ടോ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ മോനെ അദ്ദേഹത്തിന് അറിയാം എന്നതുകൊണ്ടോ ആരും ഒന്നും സഹായിക്കാനില്ലാന്ന് എനിക്ക് സംശയം തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ള നേതാവാണ്. ഇപ്പോഴത്തെ മന്ത്രിസഭ ഉൾപ്പെടെ നമുക്കറിയാം എല്ലാം നല്ല വിദ്യാഭ്യാസ യോഗ്യതയുള്ള നേതൃനിരയാണ് കോൺഗ്രസിലുള്ളത്. അതിനൊക്കെ അവരോടെല്ലാം കിടപിടിക്കാൻ പറ്റുന്ന ഒരു പിന്നെ വിദ്യാഭ്യാസം, മികച്ച വിദ്യാഭ്യാസമില്ലേ അതിന്റെ പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റുന്ന ഒരു നേതാവാണ് ചാണ്ടി ഉമ്മൻ. അത് അദ്ദേഹം പ്രയോഗിച്ചാൽ, അത് അദ്ദേഹം ഈ പിന്നെ സഭാ പ്രസംഗത്തിലോ അല്ലെങ്കിൽ മണ്ഡലത്തിനകത്തും പ്രയോഗിക്കുന്നുണ്ട്. അതിന്റെ പ്രായോഗികതയിലേക്ക് കൊണ്ടുവന്നാൽ അദ്ദേഹത്തിന്റെ വ്യക്തിത്വം കിട്ടും. ഇതല്ലാതെ ഒരു സാധാരണക്കാരനായിട്ട് ഇപ്പോൾ ഒരു പാവം നാട്ടുമ്പുറത്തുകാരൻ എന്ന് പറയുന്നത് പുതുപ്പള്ളിക്കാരനായിട്ട് ഒരു പാവം അയ്യോ പാവം പിന്നെ എന്താണ് ചാണ്ടിമോൻ ആ ഒരു ഇമേജ് പിടിച്ചു പോകാൻ പറ്റത്തിൽ അദ്ദേഹത്തിന് വളർച്ചയുണ്ടാവില്ല. പക്ഷേ അദ്ദേഹം ഈ രാഷ്ട്രീയത്തിൽ ഈ പറഞ്ഞ പോലെ പുതുപ്പള്ളി MLA തുടരാനാണെങ്കിൽ ഓക്കെയാണ്, അതൊരു 2 ടൈം കൂടി തുടരാൻ വേണ്ടി പറ്റിയേക്കും. കേരള രാഷ്ട്രീയത്തിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു മുൻനിരയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത, അത് പ്രായോഗികത്തിൽ ആ വിദ്യാഭ്യാസ യോഗ്യത അദ്ദേഹം കാണിക്കേണ്ടിയിരുന്നു, പൊതുപ്രവർത്തനത്തിൽ കാണിക്കേണ്ടതുണ്ട്. മരണ വീട്ടുകളിലും ഉത്സവപ്പറമ്പുകളിലും അമ്പലങ്ങളിലും പോകുന്നത് മാത്രമല്ല ഈ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ചാണ്ടി ഉമ്മൻ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്നത്തെ കാലത്ത് കോൺഗ്രസിൻ്റെ ഒരു തലമുറ മൊത്തം മനസ്സിലാക്കിയിട്ടും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഈ PR വർക്കോണോ അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വരുമ്പോൾ ചാണ്ടി ഉമ്മൻ വീണ്ടും പഴമയിലേക്ക് പോയിട്ട് ആ ഒരു എന്താണ് ഗൃഹാതുരത്വം നടത്താനാണ് എന്താണ് നടക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് വലിയ അബദ്ധത്തിലേക്കാണ് പോകുന്നത്. ഇപ്പൊ ലിജിന് പറഞ്ഞ ഈ കാര്യം ഉണ്ടല്ലോ, ഇപ്പൊ അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസത്തിന്റെ കാര്യം പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ നിന്നുള്ള പിന്തുണയുടെ കാര്യം പറയുന്നുണ്ട്. പക്ഷെ അതുപോലെ തന്നെ അത് ഒരു വലിയ ഘടകമാണ്. പക്ഷെ അപ്പോൾ തന്നെ കോൺഗ്രസിൽ അദ്ദേഹത്തെ എതിർക്കുന്ന ഒരു നല്ലൊരു ശതമാനം പേരുണ്ട്. കാരണം വെച്ചാൽ അദ്ദേഹത്തിന് കിട്ടുന്ന ഈ ഒരു സപ്പോർട്ടുണ്ട്, ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന ഒരു സപ്പോർട്ട്, മധ്യ കേരളത്തിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ട്, പ്രത്യേകിച്ച് സഭയുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന സപ്പോർട്ട്, ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ട്, ഇത് മാത്രം മതി ചാണ്ടിയുമ്മന് കേരളത്തിലെ ഒരു ഒന്നാം നിര നേതാവായിട്ട് യുവ നേതാവായിട്ട് ആ ഒരു സാധ്യത ഈ ചാണ്ടിയുമ്മൻ തന്നെ ഇവിടെ നശിപ്പിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പ്രകടനം കൊണ്ടാണ്. അദ്ദേഹത്തിന് വളർന്നു വരാനും നിലവിൽ നിൽക്കാനുള്ള നല്ലൊരു സ്പേസ് ഇവിടെ ഉണ്ട്. പക്ഷെ ആ സ്പേസിൽ അദ്ദേഹം ഒരു കോമഡി പീസായി മാറുന്ന പോലെ നമുക്ക് തോന്നുന്നു, പൊതുസമൂഹത്തിന് തോന്നുന്നു. പക്ഷെ അദ്ദേഹം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ക്ലിയർ ആയിട്ട് രാഷ്ട്രീയം പറഞ്ഞ് മുന്നോട്ട് പോകാൻ പറഞ്ഞു പോകണം. അല്ലാതെ ഈ സൈക്കിൾ ചവിട്ടിയത് കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഞാൻ ഇത്ര സിമ്പിളാന്ന് പറഞ്ഞുകൊണ്ടോ നമ്മൾ ഈ നിലവിലത്തെ രാഷ്ട്രീയത്തിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം അദ്ദേഹത്തിന് എല്ലാവിധ ഒരു നമ്മൾ പറയില്ല ഒരു അടിത്തറ അദ്ദേഹത്തിനുണ്ട്. മറ്റു നേതാക്കളെ പോലെയല്ല, ഒരു അച്ഛന്റെ പാരമ്പര്യമുണ്ട്, സഭയുടെ പിന്തുണയുണ്ട്, നാട്ടിൽ നിന്ന് ഇപ്പൊ ലിജിൻ പറഞ്ഞ പോലെ തന്നെ അടുത്ത ടൈമിലും അതിന് കഴിഞ്ഞ് ടൈമിലൊക്കെ ഇപ്പോഴും നമുക്ക് വിജയം പ്രവചിക്കാൻ പറ്റും. അത്രയ്ക്ക് അദ്ദേഹത്തിന് ഒരു ബാലൻസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണുള്ളത്. പക്ഷെ അപ്പൊ അദ്ദേഹം ചെയ്യേണ്ട വെച്ചാൽ MLA നീ വരാൻ പോകുന്ന എനിക്ക് വേണ്ട ഒരു മന്ത്രി കസേരയാണെന്ന് ഉറച്ച ബോധ്യത്തോടെ അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ പറ്റണമെങ്കിൽ അദ്ദേഹം ഇപ്പം നടത്തുന്ന പരിപാടി ഈ PR വർക്കാന്ന്
പരിഹാസം ഉണ്ടെങ്കിൽ പോലും ഈ പരിപാടി നടത്തിയിട്ട് രാഷ്ട്രീയം പറയണം, വ്യക്തമായ രാഷ്ട്രീയം. ഇപ്പൊ അദ്ദേഹം മന്ത്രിയാസ്ത്രം നഷ്ടമാവില്ല. കാരണം പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞത് ഞാനൊരു ഫുൾ ടൈം MLA ആയിരുന്നില്ലല്ലോ, ഒരു തുടക്കക്കാരനാണ്, ഫുൾ ടൈം MLA എനിക്ക് അവസരം ലഭിച്ചില്ല, അതുകൊണ്ടായിരിക്കും ഒരു പുതുമുഖ ആവേണ്ടിയിരിക്കുന്നത്. 7 പേര് നിയമസഭയിലേക്ക് എത്തിയ 7 or 6 പേരാണ് ആദ്യമായിട്ട് സഭയിലെത്തിയിട്ട് ഇപ്രാവശ്യം മന്ത്രിയായി വന്നിട്ടുള്ളത്. പല നേതാക്കളുണ്ട്, അത് ലീഗിലും ഉണ്ട്, കോൺഗ്രസിലും ഉണ്ട്, അങ്ങനെ നേതാക്കൾ വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള അപ്പം ഒരു 2.5 വർഷം അല്ലെങ്കിൽ 2 വർഷം MLA ചാണ്ടി ഉമ്മന് അയോഗ്യതയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവിടെ അയോഗ്യത കോൺഗ്രസ് ഉണ്ടത്. അദ്ദേഹം രാഷ്ട്രീയം പറയുന്നില്ല, അദ്ദേഹം ആ മണ്ഡലത്തിൽ ഒതുങ്ങിക്കൂടുന്ന അല്ലെങ്കിൽ മണ്ഡലത്തിന്റെ ഒരു പ്രതിനിധിയായി മാത്രം നിൽക്കുന്നതാണ്. ഈ നിയമസഭയിൽ നമുക്കറിയാം കഴിഞ്ഞ 2 തവണ നോക്കിയിട്ട്, ആദ്യ തവണയെങ്കിൽ നമുക്കറിയാം KM ഷാജി തൊട്ട് BT ബൽറാം തൊട്ട് ഷാഫി പറമ്പിൽ തൊട്ട് ഇവരൊക്കെ ഒരു വലിയ നിര പിണറായി സർക്കാരിനെതിരെ സഭയിൽ സംസാരിക്കാനുണ്ടായിരുന്നു. കുഴൽനാടനായാലും കഴിഞ്ഞ സമയത്ത് ഷാജി ഇല്ല, ബൽറാം ഇല്ല, എങ്കിൽ കൂടി ഷാഫി ആദ്യം ഉണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ കുഴൽനാടനുണ്ട്, റോജിയം ജോൺ ഉൾപ്പെടെ പല നേതാക്കൾ, യുവ നേതാക്കളെല്ലാം രാഷ്ട്രീയം പറഞ്ഞ് സഭയിൽ ശ്രദ്ധ നേടാൻ പറ്റുന്ന നേതാക്കളുണ്ടായിരുന്നു. ചാണ്ടിയുമൻ ആ സഭയിൽ ഉണ്ടായിരുന്നു. നമുക്ക് സഭയുടെ ഫയൽ നോക്കാണ്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ചാണ്ടിയുമൻ അങ്ങനെ അയാൾ സംസാരിച്ചിട്ടുണ്ടാവും. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇത്രയും മാധ്യമ പിന്തുണ ലഭിക്കുന്ന നേതാവിന് അദ്ദേഹം ഇത്ര സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് വാർത്തയൊന്നും ഉറപ്പാണല്ലോ. അദ്ദേഹം അങ്ങനത്തെ ഒരു ഇടപെടൽ നടത്തി നമുക്കറിയോ? അങ്ങനെ ശ്രദ്ധേയമായ ഒരു ഓർമ്മിക്കപ്പെടാനുള്ള ഇടപെടൽ അദ്ദേഹം നടത്തി നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. അത് ഇപ്പം ഇല്ലേജും പറയുന്നത് ഒരു വേറെ കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം കോൺഗ്രസിന് സഭയിൽ ചാണ്ടിയുമ്മന്റെ ഒരു ഇടപെടലിനെ കുറവ് നമ്മൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കോൺഗ്രസിൽ നിന്ന് അദ്ദേഹത്തിനോടുള്ള ഒരു എതിർപ്പ് ചില നേതൃത്വത്തിൽ നിന്നും ചില വ്യക്തികളിൽ നിന്നും ഈ ചാണ്ടിയുമ്മയുടെ എതിർപ്പിനുള്ള കാരണം പല ഘട്ടങ്ങളിലും അദ്ദേഹം പിണറായി വിജയനെ പൂഴ്ത്തി സംസാരിച്ചിട്ടുണ്ട്. പിണറായി വിജയനെ പൂഴ്ത്തി വ്യക്തിപരമായ കാര്യം. പക്ഷെ അത് പിടിക്കാത്ത കോൺഗ്രസ്സുകാരുണ്ട്. അതുപോലെ തന്നെ ഈ ചാണ്ടിയുമ്മന്റെ വളർച്ച അല്ലെ ചാണ്ടിയുമ്മ വളർന്നാൽ ഉണ്ടാകുന്ന ഭീഷണി ഭയക്കുന്ന ആൾക്കാർ, അത് വലിയൊരു പോയിന്റ് ആണ്. നമ്മൾ ഈ പറഞ്ഞ ചാണ്ടിയുമ്മൻ വളർന്നു കഴിഞ്ഞാൽ ഒരു മുഖ്യമന്ത്രി മുഖമായിട്ട് വളരാനുള്ള എല്ലാ ഇപ്പം നേരത്തെ പറഞ്ഞു, അയാൾക്ക് പിന്നെ സഭയുടെ സപ്പോർട്ട് ഉണ്ട്, മാധ്യമങ്ങളുടെ സപ്പോർട്ട് ഉണ്ട്. അങ്ങനെ മുഖ്യമന്ത്രി ഈ അതാണെന്ന് പറയുന്ന ഒരുപാട് നേതാക്കൾ ഇപ്പം മറുവശത്ത് ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു അവർക്കൊന്നും പേടിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഈ പറഞ്ഞൊരു മുഖ്യമന്ത്രി മീറ്റിലായി നിൽക്കുമ്പോൾ ഈ കോൺഗ്രസിലെ യുവ നേതാക്കൾ നമുക്ക് നോക്കാം. ഈ തെരഞ്ഞെടുപ്പ് തന്നെ ഒരു ചാണ്ടി ഉമ്മനോട് നമുക്കൊരു ഫേസ് ടു ഫേസ് വെക്കാൻ വരുന്ന നേതാവ് ഷാഫി പറമ്പിലാണെന്ന് എനിക്ക് തോന്നുന്നു. ഷാഫിയാണ് ഒരു നേതാവ്, കോൺഗ്രസ് ഉയർത്തി കാണിക്കുന്ന ഒരു യുവ നേതാവ്, ഒരു MP. ഷാഫി MP ആണ്, ചാണ്ടി MLA ആണ്. എങ്കിൽ കൂടി ആ ഷാഫി ഈ കേരളത്തിൽ എത്താത്തൊരു മണ്ഡലം ഉണ്ടായിരുന്നോ? വളരെ തുച്ഛമായ മണ്ഡലങ്ങൾ മാത്രം അദ്ദേഹം എത്താതിരിക്കും. ബാക്കി എല്ലാ മണ്ഡലങ്ങളും അദ്ദേഹം കോൺഗ്രസിന് വേണ്ടിയിട്ട് UDF വേണ്ടിയിട്ട് പ്രചരണത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ചാണ്ടി ഉമ്മനും പോയിട്ടുണ്ട്. ചാണ്ടി ഉമ്മൻ പോകാൻ സൈക്കിൾ എടുത്തിട്ടും പോയിട്ടുണ്ട്, അല്ലാണ്ടും പോയിട്ടുണ്ട്. പക്ഷെ ചാണ്ടി ഉമ്മൻ പോയത് ഉമ്മൻചാണ്ടിയുടെ പ്രതിരൂപമായിട്ട്, അല്ലെങ്കിൽ മറിയ ഉമ്മൻ വന്നിരുന്നല്ലോ ചില മണ്ഡലങ്ങൾ. അതുപോലെ തന്നെ ചാണ്ടി ഉമ്മൻ ആ ഉമ്മൻചാണ്ടിയുടെ ഒരു ലെഗസിയും കൊണ്ട് ഉമ്മൻചാണ്ടിയുടെ മകൻ വോട്ട് ചോദിക്കാൻ വരുന്നു, ആ ഒരു ലെവലിലാണ് വന്നത്. ഷാഫി ഒന്നും അങ്ങനെ ആയിരുന്നില്ല. ഷാഫി ഒരു യുവ നേതാവായിട്ട് അല്ലെങ്കിൽ ജൻസീനൊക്കെ അല്ലെങ്കിൽ യുവാക്കളെ പിടിക്കാൻ വേണ്ടി, യുവ വോട്ടർമാരെ പിടിക്കാൻ വേണ്ടി ഷാഫി കഴിയുന്നുണ്ട്. യുവാക്കളെ ആകർഷിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. ചാണ്ടി ഉമ്മൻ അതുപോലെ തന്നെ യുവ നേതാവല്ലേ, അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് പറ്റുന്നില്ല? അദ്ദേഹം ആ വസ്ത്രദാനം കൊണ്ടോ അല്ലെങ്കിൽ മുടിക്കാത്തത് കൊണ്ടോ അല്ലാതെ പറ്റാത്തത്. അദ്ദേഹം യുവാക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ യുവാക്കളുടെ ശബ്ദമാകാൻ വേണ്ടി പറ്റുന്നില്ല. അദ്ദേഹം ഈ പറഞ്ഞ പോലെ അപ്പപ്പാസം കൊണ്ട് നടക്കുവാണ്. ആ അപ്പപ്പാസം കൊണ്ട് നടക്കുന്നത് ഈ ഉമ്മൻചാണ്ടി, പുതുപ്പള്ളിയും ഉമ്മൻചാണ്ടി സ്നേഹിക്കുന്ന കോൺഗ്രസ്സുകാരല്ലാണ്ട് പുറത്തുള്ള ഒരു തലമുറയും പിടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഇനിയെങ്കിലും അദ്ദേഹം മാറ്റിയില്ലെങ്കിൽ ഈ പറഞ്ഞ 5 വർഷത്തെ സഭ കഴിയുമ്പോൾ അദ്ദേഹം സൈഡിൽ തന്നെ ഉണ്ടാവും. ഇനി വേറെ സാധനം വരുന്നുണ്ട്. ഇപ്പം ജീവൻ പറഞ്ഞാൽ തന്നെ ഈ സഭയുടെ സപ്പോർട്ട് അത് നിർണായകമാണ്. കോൺഗ്രസിലെ മന്ത്രി നമുക്ക് വകുപ്പ് വിഭജനം ഉൾപ്പെടുന്നത് കണ്ടാണ് അവസാനം വരെ സഭയുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ വളരാൻ വേണ്ടി പറ്റും. UDF അത് യാതൊരു പ്രശ്നമില്ല. എനിക്ക് KPCC പ്രസിഡന്റിന്റെ സ്ഥാനം ഒഴിവൂരാൻ വേണ്ടി പോകണം. സണ്ണി ജോസഫിന് എന്തായാലും ഒഴിവെന്ന് തീരുമാനമായിട്ടില്ല. പല പേരുകൾ പറഞ്ഞു നിൽക്കുന്നുണ്ട്. ഷാഫി ഉണ്ട്, അനിൽകുമാർ ഉണ്ട്, കൊടിക്കുന്ന് സുരേഷ് ഉണ്ട്, എന്നിവരുണ്ട്, ഇവരൊക്കെ ഉണ്ട്. ഈ പറഞ്ഞ സഭയോ അല്ലെങ്കിൽ ഒരു പുറത്ത് റോളം ഉണ്ടാക്കിയിട്ട് ചാണ്ടി ഉമ്മൻ്റെ പേരവിടെ വെക്കാൻ വേണ്ടി പറ്റും. അതിന് യാതൊരു നമ്മൾ ഈ മുഖ്യമന്ത്രി പറ്റിയിട്ട് പറഞ്ഞാൽ യാതൊരു യോഗ്യതയും ഉണ്ടാവില്ല. പക്ഷേ കോൺഗ്രസിലെ എത്ര നേതാവ് അയാളെ സപ്പോർട്ട് ചെയ്യും? കാരണം അത് ഇയാൾ വളർന്നു വരുന്നതിൽ ഭയം കൊണ്ടല്ല. ഇങ്ങനൊരു ഈ പോസ്റ്റിലേക്ക് എത്തിയാൽ ഇദ്ദേഹത്തിന് ഈ പാർട്ടിയെ നയിക്കാൻ വരുന്ന കരുത്തുണ്ടോ? അയാൾ ഉമ്മൻചാണ്ടിയുടെ ഈ ട്രസ്റ്റ് കൊണ്ട് പോകാൻ വേണ്ടി അദ്ദേഹത്തിന് പറ്റും, ആ ചാരിറ്റി കൊണ്ട് അദ്ദേഹത്തിന് പോകാൻ വേണ്ടി പറ്റും, പ്രവർത്തനം നടത്താൻ വേണ്ടി പറ്റും. പക്ഷെ പാർട്ടിയെ ഇന്നത്തെ കാലത്ത് നയിക്കാൻ വരുന്ന തോന്നുന്നുണ്ടോ? നിലവിലെ നമുക്ക് തോന്നുന്നുണ്ടോ? തോന്നുന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം അതിൽ എനിക്കൊന്നും എല്ലാ അറിവും ഉണ്ടാവും, ഇതെല്ലാം ശേഷിയുണ്ട്. പക്ഷെ അത് അദ്ദേഹം പ്രയോഗിക്കാൻ തുടങ്ങിയിട്ടില്ല. അത് എപ്പോഴത്തേക്ക് പ്രയോഗിക്കാൻ വെക്കുന്നത്? ഈ ടൈം കിട്ടിയിട്ട് 2 വർഷം അല്ലെങ്കിൽ 2 വർഷം കൂടെ ടൈം കിട്ടിയിട്ട് അത് അദ്ദേഹത്തിന് പ്രയോഗിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് അദ്ദേഹത്തിന്റെ കാലിബർ ഇല്ല എന്ന് വിലയിരുത്തപ്പെടും. അതുകൊണ്ടാണ് ഈ മന്ത്രിസഭയിൽ അദ്ദേഹം ഉൾപ്പെടാണ്ട് പോയത്. ഇല്ലെങ്കിൽ നല്ലൊരു പ്രവർത്തനം നടത്തിയിരുന്നെങ്കിൽ ഈ മാറ്റിക്കുളനാടൻ ഇത്രയും പെർഫോം നടത്തിയിട്ട് സ്ഥാനം കിട്ടിയിട്ടില്ല. അത് ഈ പറഞ്ഞ സമവാക്യങ്ങളെ കൊണ്ട് മാറിപ്പോയാണ്. അങ്ങനെ ഒരു പെർഫോം ഒരു മുഖമാകാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ചാണ്ടിമൻ ഉറപ്പായിരുന്നു സഭയിൽ ഉണ്ടാവും. അത് സതീശനോ KC വേണുഗോപാലിനോ ചെന്നിത്തലൊക്കെ മാറ്റി നിർത്താൻ വേണ്ടി പറ്റുമായിരുന്നില്ല. പക്ഷെ അതിന് താനെ കൊള്ളാവുന്ന ഒരുത്തനാണെന്നും അല്ലെങ്കിൽ താൻ ഇങ്ങനെ ഒരു അധികാര കേന്ദ്രത്തിലേക്ക് വരാൻ പറ്റുന്ന ഒരുത്തനാണെന്ന് തെളിയിക്കാൻ വേണ്ടി ചാണ്ടിമൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ പിന്തുണയെല്ലാം കൊണ്ട് ചാണ്ടിമൻ ഇനി പ്രസിഡന്റ് ആകാതിരിക്കാൻ ഇതൊന്നുമില്ല. ചിലപ്പോൾ ആയാൽ തന്നെ അത് കോൺഗ്രസിന് നേരെ നയിക്കാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ അതിനുശേഷം എത്തിക്കഴിഞ്ഞിട്ട് അദ്ദേഹം എല്ലാവരും ഒരുവരെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്കറിയില്ല. പക്ഷേ അദ്ദേഹത്തിനുള്ള കഴിവുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, അറിവുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അത് പ്രയോഗിക്കാൻ വേണ്ടി ചാണ്ടിമൻ തയ്യാറാവുന്നില്ല. ചാണ്ടിമൻ ഇപ്പോഴും ഈ നുറുങ്ങു വിദ്യയിലൂടെ അല്ലെങ്കിൽ പിന്നെ ഉമ്മൻചാണ്ടി നല്ല വികാരം കത്തിച്ച്
ഞാനൊരു സാധാരണക്കാരനാണ്, ഞാൻ പാവപ്പെട്ടവരുടെ കൂടെയാണ്, ഞാൻ ഒരു ചാണ്ടി മോൻ ആ ഒരു ലെവലിൽ തന്നെ പിടിച്ച് പോകാൻ പറ്റുന്ന കരുതി നിൽക്കുന്നെങ്കിൽ അത് വലിയ അബദ്ധവും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി അദ്ദേഹം തന്നെ കളയുന്നതില്ലാവുന്ന എനിക്ക് തോന്നുന്നത്. അതെ, ഇപ്പം അദ്ദേഹം ചാണ്ടി ഉമ്മനെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൻ എന്താണ് മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം എന്ന് അദ്ദേഹം വ്യക്തമാക്കണം. അത് രാഷ്ട്രീയം പറയണം, പ്രായോഗിക രാഷ്ട്രീയത്തിലേക്ക് സജീവമാകണം. പക്ഷേ ഇപ്പോഴത്തെ നിലവിൽ അദ്ദേഹം കാണിക്കുന്ന ഈ കാട്ടിക്കൂട്ടൽ പരിപാടികളൊക്കെ അവസാനിപ്പിച്ച് അദ്ദേഹം ആക്റ്റീവ് ആകണം. അതുവഴി അദ്ദേഹത്തിന് വളരാനുള്ള സാഹചര്യം ഒരു PR ടീം ഉണ്ടെങ്കിൽ ആ ടീമിനെ അദ്ദേഹം ഒന്നുകൂടി നോക്കണം, ഈ ടീം ഓക്കെ ആണോ. അതില്ലെങ്കിൽ ഒരു ടീമിനെ ഉണ്ടാക്കാൻ പിരിച്ചു വിടണം. ഇല്ലെങ്കിൽ ഒരു ടീം, എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു ടീം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ പുതുപ്പള്ളിയിൽ MLA ആവാൻ വേണ്ടി ആ ടീം നന്നായിട്ട് വർക്ക് ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ മന്ത്രിസഭയിലൊക്കെ നമ്മുടെ കരാർ കഴിഞ്ഞവർ പോയതാണെന്ന് അറിയില്ല. പുതുപ്പള്ളിയിലെ വർക്കിന് ആ PR ടീം ഉണ്ടെങ്കിൽ അത് ഓക്കെ ആയിരുന്നു. അതിന് പുറത്തേക്ക് ആ ടീം ഓക്കെ അല്ല. ആ ചാണ്ടി ഉമ്മനെ ഒന്നിക്ക് നല്ലൊരു ടീമിനെ നോക്കണം, അല്ലെങ്കിൽ ഉള്ള ടീമിനെ പിരിച്ചുവിട്ട് നോക്കേണ്ടി വരും. സ്വന്തം കാര്യമായിട്ട് ചെയ്യേണ്ടി വരും. ഇപ്പോഴത്തെ അവസ്ഥയിൽ ആ ടീം സെറ്റല്ലെന്ന് ഉറപ്പായിട്ട് പറയാം.